ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റാണ്. നമ്മൾ ഇതിന് മുന്നായിട്ട് 2 ഹാർഡ്നെസ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ്. അപ്പോൾ ഈ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിനും നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ ഹാർഡ്നെസ് ഓഫ് ദി മെറ്റീരിയൽ. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു അബ്രേഷൻ. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ടു അബ്രേഷനാണെന്ത് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനാണ് എന്തെന്ന് നമ്മൾ ഈ ഒരു വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റും ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ദി വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് ഈസ് ദാറ്റ് the resistance of the material to permanent indentation under static loading is taken as the basis for finding Vickers hardness number. Vickers hardness number നമ്മൾ കണ്ടുപിടിക്കുന്നത് on the basis of its resistance towards a permanent indentation under the static loading. A four-sided diamond pyramid indenter having an apex angle of 136 degree is pressed into the surface of the metal to be tested under the specified load for a specified time interval. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഒരു ഫോർ-സൈഡഡ് ഡയമണ്ട് ആണ് നമ്മൾ ഇതിൻ്റെ ഇൻഡൻറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഫോർ-സൈഡഡ് ഡയമണ്ട് ഇൻഡൻറ്ററായിട്ട് ഉപയോഗിക്കും. അതൊരു സ്പെസിഫിക് ലോഡിൽ സ്പെസിഫിക് ടൈമിന് എന്ത് ചെയ്യും? ലോഡ് ചെയ്യും. എന്നിട്ട് ആ ഇൻഡൻറ്റേഷൻ്റെ ഡയഗണൽസ് മെഷർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സ് ഡയഗണലും എക്സ് ഡയറക്ഷനിലുള്ള ഡയഗണലും വൈ ഡയറക്ഷനിലുള്ള ഡയഗണലും മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ദിസ് ലീവ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓഫ് പിരമിഡ് ഓൺ ദി സ്പെസിമെൻ ഓഫ് സർഫസ്. ഇഫ് ഡി ഈസ് ദ മെയിൻ ഡയഗണൽ of the imprint on the surface area of the impression A is given as d square by 2 sin theta by 2. Hardness number is expressed as a number leaving out the dimension unit of kilogram per millimeter square. That is because hardness number equal to, നിങ്ങൾ ഈ ഇക്വേഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്, 1.854 p by d square. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ ഈക്വൽ ടു 1.854 p by d square, where p is the load in kilogram, d എന്ന് പറഞ്ഞാൽ it is the mean diagonal. മീൻ ഡയഗണലാണ്. മീൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ഡയറക്ഷനിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമ്മളെ ഇംപ്രിൻറ്റ് കിട്ടുന്നുണ്ടാവുക, ഇൻഡൻറ്റേഷൻ കിട്ടുന്നുണ്ടാവുക. ഈ ഒരു ഷേപ്പിൽ ഇതിൻ്റെ എക്സ് ഡയഗണലും വൈ ഡയഗണലും അതുപോലെ തന്നെ എക്സ് ഡയഗണലും അളക്കും. ദാറ്റ് ഈസ് ഇത് D1 ഇത് D2. അപ്പോൾ മീൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ D1 പ്ലസ് D2/2 ആണെന്ത്? ഇറ്റ് ഈസ് സ്മോൾ ലെറ്റർ d. ദാറ്റ് ഈസ് മീൻ ഡയഗണൽ. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ ഒരു വിർച്വൽ ലാബ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വിർച്വൽ ലാബിൻ്റെ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിർച്വൽ ലാബിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ഒബ്സർവേഷനും എല്ലാം ആ വിർച്വൽ ലാബിൽ എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അപ്പോൾ ആ വിർച്വൽ ലാബ് നിങ്ങൾ കാണാം. എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയർ എന്ത് ചെയ്യാം? അത് നോക്കി പഠിക്കാം. വിർച്വൽ ലാബിൽ കൃത്യമായിട്ട് വളരെ വൃത്തിയിൽ പറയുന്നുണ്ട്. അപ്പോൾ വിർച്വൽ ലാബ് നോക്കിയിട്ട് അതിൻ്റെ പ്രൊസീജിയർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഒരു സ്പെസിമെൻ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. നമുക്ക് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള സ്പെസിമെൻ സെലക്ട് ചെയ്യും. സ്പെസിമെൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഡൻറ്റർ സെലക്ട് ചെയ്യും. ഇൻഡൻറ്റർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വിക്കേഴ്സ് ഹാർഡ്നെസ് മെഷീനിൽ വെക്കും. ഇതാണ് വിക്കേഴ്സ് ഹാർഡ്നെസ് മെഷീനിൽ വെക്കും. ഇതാണ് നമ്മൾ റൊട്ടേറ്റിംഗ് ടെസ്റ്റ് ടേബിൾ വരുന്നത്. ഇതാണ് ടെസ്റ്റ് ടേബിൾ വരുന്നത്. ഇതാണ് ഇൻഡൻറ്റർ വരുന്നത്. ടെസ്റ്റ് ടേബിളിൽ വെക്കുക നമ്മളെ സ്പെസിമെൻ. അതിനെന്ത് ചെയ്യുക? ഒന്ന് റൈസ് ചെയ്ത് പൊക്കി കൊണ്ടുവരിക. റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഡൻറ്ററും നമ്മളെ അതുപോലെ തന്നെ നമ്മളെ സ്പെസിമെനും കോണ്ടാക്റ്റിലാവും.
സ്പെസിമെൻ കോൺടാക്റ്റിലായി കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ടൈം സെറ്റ് ചെയ്യണം. എത്ര സമയമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ആ സ്പെസിഫിക് ടൈം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യും. ടൈം ഇൻഡിക്കേറ്ററിൽ ടൈം സെറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ലോഡിങ്, എത്ര ലോഡിംഗ് ആണ് കൊടുക്കുന്നത്. സാധാരണ 20 കിലോഗ്രാം 30 കിലോഗ്രാം ഒക്കെയാണ് നമ്മൾ സ്പെസിമെൻ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ 1 കിലോഗ്രാം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സെറ്റ് ചെയ്യും. ദെൻ ലോഡ് ചെയ്യുക. ആ ടൈം ഇൻ്റർവെൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അൺലോഡ് ചെയ്യും. അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒപ്റ്റിക്കൽ സ്ക്രീനിൽ ഡയഗണൽ കാണാൻ പറ്റും. ഇതിലെന്തുണ്ട്, ഈ ഒപ്റ്റിക്കൽ സ്ക്രീനിൽ ഒരു സ്കെയിൽ കൂടിയുണ്ട്. ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇൻ മില്ലിമീറ്റേഴ്സിലാണ്. അപ്പോൾ ഈ സ്കെയിൽ മില്ലിമീറ്റേഴ്സിൻ്റെ ഫ്രാക്ഷണൽ ഡയമീറ്ററിൽ നമുക്ക് ഈ സ്കെയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയഗണലിൻ്റെ ഡയഗണൽ ലെങ്ത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗണൽ ലെങ്ത്ത് കണ്ടെത്താൻ കഴിയും. അത് നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ളതും അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലുള്ള ഡയഗണൽ ലെങ്ത്ത് കണ്ടെത്തും. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഡിറ്റർമൈൻ ദി വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. നമ്മൾ ബ്രിണൽ ഹാർഡ്നെസ് ചെയ്ത പോലെ തന്നെ ചെറിയൊരു പ്രൊസീജിയറാണ്. ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഡയഗണൽ ലെങ്ത്താണ് കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷന് നിങ്ങൾ എന്ത് ചെയ്യണം, വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ വിർച്വൽ ലാബിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങൾ കണ്ടിട്ട് അതിലുള്ള ഒബ്സർവേഷൻസ് നിങ്ങൾ പകർത്തി എഴുതി നിങ്ങൾ എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള എക്സ്പെരിമെൻറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.